നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പരിശുദ്ധ കന്യാമറിയാം അമ്മയുടെ ജീവചരിത്രത്തിൻ്റെ കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയാണ്. കന്യാമറിയാം അമ്മ പുരോഹിത ദമ്പതികളായ സക്രിയ പുരോഹിതനെയും എലിസബത്തിനെയും കാണുവാനായി ദേവാലയത്തിലേക്ക് പോകുന്നു. പുരോഹിത ദമ്പതികളായ സക്രിയായ്ക്കും എലിസബത്തിനും സന്താന സൗഭാഗ്യമില്ലാതിരിക്കെ വിശുദ്ധ ദേവാലയത്തിൽ ധൂപാർപ്പണ സമയത്ത് സക്രിയാവിന് മാലാഖയുടെ ദർശനമുണ്ടാവുകയും തുടർന്ന് എലിസബത്ത് ഗർഭവതിയാകുകയും അതിനെപ്പറ്റിയുള്ള വിശദവിവരങ്ങൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. അപ്രകാരം ദൈവഹിതപ്രകാരം വാർദ്ധക്യത്തിൽ ഗർഭവതിയായ മാതൃസഹോദരി എലിസബത്തിനെ കാണുവാനും ശുശ്രൂഷിക്കുവാനുമായി മറിയാം യഹൂദ മലനാട്ടിലേക്ക് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുകയാണ്. എലിസബത്തും മറിയായും തമ്മിലുള്ള സമാഗമവും മറിയാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടത്തിയ ആ സ്തുതിഗീതവുമെല്ലാം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് മറിയാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. ജോസഫുമായി ബന്ധപ്പെട്ട വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലാണ് ഉള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 15-25 വരെയുള്ള ഭാഗത്ത് അതിനോട് ചേർന്ന് പല ഐതിഹ്യങ്ങളുമായി ജോസഫുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം ജോസഫ് തൻ്റെ അന്നത്തെ പണി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മറിയാമിനെ കണ്ടേറെ അവൾക്ക് ഗർഭമുണ്ടെന്ന് ബോധ്യമായി. അതിദുഃഖിതനായി മുറിയിൽ കയറി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം മറിയാമിനെ വിളിച്ച് അവളോട് വിവരം ആരാഞ്ഞു. മാലാഖയുടെ ദർശനവും തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും മറിയാം ജോസഫിനോട് പറഞ്ഞു. മറിയാം പൂർണ്ണ വിശുദ്ധയും നിർമ്മലയുമാണെന്ന് ജോസഫിന് ബോധ്യമുണ്ടായിരുന്നു. എങ്കിലും മാനുഷികമായ ചില വേദനകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. നാളുകൾ കഴിയുന്തോറും ജോസഫിന് മനപ്രയാസങ്ങൾ ഏറി വന്നു. നീതിമാനാകൊണ്ടും മറിയത്തിന് ലോക അപവാദം വരുത്തുവാൻ മനസ്സില്ലാത്തതുകൊണ്ടും മറിയമിനെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ജോസഫ് നിശ്ചയിച്ചു. കാരണം യഹൂദ നിയമപ്രകാരം അവിഹിത ഗർഭം ധരിച്ചവളെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടത് യഹൂദന്മാരുടെ ഇടയിലെ ഒരു നിയമമാണ്. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവദൂതൻ ജോസഫിന് പ്രത്യക്ഷനായി.